ഇന്ത്യൻ ജനാധിപത്യത്തിനേറ്റ ഒരു കറുത്ത പാടായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഏടായിട്ടാണ് അടിയന്തരാവസ്ഥയെ പലരും കാണുന്നത്. 1975 മുതൽ 1977 വരെ സ്വതന്ത്ര ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും വിവാദങ്ങൾ ഉണ്ടാക്കിയ കാലഘട്ടം. ഏതാണ്ട് 21 മാസങ്ങൾ രാജ്യത്ത് അടിയന്തരാവസ്ഥയായിരുന്നു. ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ ആവശ്യമനുസരിച്ച് ഇന്ത്യൻ ഭരണഘടനയിലെ 352 വകുപ്പ് അനുസരിച്ച് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഇന്ദിരയ്ക്ക് ഉത്തരവുകൾ പുറപ്പെടുവിച്ച് ഭരിക്കുവാനും തിരഞ്ഞെടുപ്പുകൾ റദ്ദാക്കുവാനും പൗരാവകാശങ്ങൾ റദ്ദാക്കുവാനും പരിമിതപ്പെടുത്തുവാനുമുള്ള അധികാരം ഇതിലൂടെ കൈവന്നു. എന്തിനാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ഒരു സ്വേച്ഛാധിപതിയായിരുന്നോ നമ്മുടെ രാജ്യത്തിന്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി? ശരിക്കും അവരൊരു സ്വേച്ഛാധിപതിയാണോ, അതോ മറ്റെന്തെങ്കിലും സമ്മർദ്ദങ്ങൾ ഈ ഒരു അടിയന്തരാവസ്ഥയിലേക്ക് ഇന്ദിരാഗാന്ധിയെ കൊണ്ടുചെന്ന് എത്തിച്ചതാണോ? ഈ വീഡിയോ കണ്ടതിന് ശേഷം പ്രേക്ഷകർ തന്നെ പറയൂ, ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം ശരിയോ തെറ്റോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന്. ചരിത്രം നമുക്ക് 1962 നിന്ന് തുടങ്ങാം. 1962 നമ്മുടെ ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് ഇന്ത്യ ചൈന യുദ്ധം ഉണ്ടാവുന്നു. വലിയ നാശനഷ്ടങ്ങൾ നമുക്ക് നേരിടേണ്ടി വന്നു. നമ്മുടെ ഒരുപാട് പ്രദേശങ്ങൾ ചൈനയുടെ കൈകളിലായി. എന്നാൽ പിന്നീട് 1964 ആയപ്പോൾ നമ്മുടെ ജവഹർലാൽ നെഹ്റു മരണപ്പെടുകയാണ്. അദ്ദേഹം ഒരുപക്ഷെ തീവ്രമായ മനോവേദനയിലായിരിക്കാം മരണപ്പെടുന്നത്. അതിനുശേഷം രാജ്യത്തെ പ്രധാനമന്ത്രിയായിട്ട് എത്തുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. അദ്ദേഹം 1964 ജൂൺ 9 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് മാറുന്നു. 1966 ജാനുവരി 11 അദ്ദേഹം മരണപ്പെടുകയും ചെയ്യുന്നുണ്ട്. 62 ഇന്ത്യ ചൈന യുദ്ധത്തിന് ശേഷം 1965 ഒരു യുദ്ധം നടക്കുകയാണ്. 1947 ശേഷം നമ്മൾ പാകിസ്ഥാനുമായിട്ട് ഒരു യുദ്ധത്തിന് പോകുന്നത് 1965 ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ്. അദ്ദേഹത്തെ വില കുറച്ച് കണ്ടതാണ് പാകിസ്ഥാനെ പറ്റിയ തെറ്റ്. ലാൽ ബഹദൂർ ശാസ്ത്രി വളരെ പൊക്കം കുറഞ്ഞ, ഉയരം കുറഞ്ഞൊരു മനുഷ്യനാണ്, ഒരു സാധുവിനെ പോലെയാണ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ജവഹർലാൽ നെഹ്റുവിന്റെ മരണത്തിന് ശേഷം ഇന്ത്യ ദുർബലമായി, മാത്രമല്ല ചൈനയോട് തോൽക്കുകയും ചെയ്തുവല്ലോ. ഇന്ത്യ ദുർബലമായി എന്ന് തിരിച്ചറിയുന്ന അല്ലെങ്കിൽ അങ്ങനെ കരുതിയ പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിക്കുകയാണ്. 1947 തൊട്ട് ഈ US-ഉം UK-യും പാകിസ്ഥാനാണ് ആയുധങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. അവരുമായിട്ട് ശക്തമായ ബന്ധമുണ്ടായിരുന്നു. മാത്രമല്ല പാകിസ്ഥാനിൽ കുറെ കാലം ബ്രിട്ടൻ അവരുടെ നിയന്ത്രണം, സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും നിലനിർത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ അവരുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു സുഹൃത്തായതുകൊണ്ട് അന്നത്തെ പല മികച്ച ആയുധങ്ങളും പാകിസ്ഥാൻ ഉണ്ടായിരുന്നു. ആ കോൺഫിഡൻസിലാണ് അവർ ഇന്ത്യ ആക്രമിക്കുന്നത്. ഇന്ത്യയുടെ ഭാഗത്ത് ചില ഇന്റലിജൻസ് ഫെയിലിയർ ഒക്കെ ഉണ്ടാവുകയും ചെയ്തു. കാരണം അന്ന് നമ്മൾ അത്ര സ്ട്രോങ് അല്ല. ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ ആ പരിമിതികളിൽ നിന്നുകൊണ്ട് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ശക്തമായി തന്നെ തിരിച്ചടിച്ചു. യുദ്ധത്തിൽ പാകിസ്ഥാനെ നമ്മൾ പരാജയപ്പെടുത്തി. നമ്മളെക്കാൾ മോഡേൺ ആയുധങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടും പാകിസ്ഥാൻ തോറ്റുപോയി. പാകിസ്ഥാന്റെ ഏകദേശം 3900 കിലോമീറ്റർ സ്ക്വയർ ടെറിട്ടറിയാണ് ഇന്ത്യ പിടിച്ചെടുത്തത് യുദ്ധത്തിൽ. ശീതയുദ്ധം നടക്കുന്ന കാലത്ത് അമേരിക്കയും അതുപോലെ ബ്രിട്ടനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യം അവരുടെ എതിർചേരിയിലാണ്, അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് എന്ന് അവർ കരുതുന്ന ഒരു രാജ്യത്തോട് തോറ്റുപോയാൽ തീർച്ചയായിട്ടും അതിന്റെ ചുരുക്കം അവർക്ക് ഉണ്ടാകുമല്ലോ. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ യുദ്ധം ജയിച്ചു. അത് ലോകത്ത് ഒരു ഞെട്ടലുണ്ടാക്കിയ കാര്യമാണ്. കാരണം പെട്ടെന്ന് അദ്ദേഹം അധികാരത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെ നടന്നൊരു യുദ്ധമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അത് വലിയ രീതിയിലുള്ള ഒരു അന്താരാഷ്ട്ര ചർച്ചയ്ക്ക് കാരണമായിട്ടുമുണ്ട്. എന്തിനേറെ പറയുന്നു, 1965 യുദ്ധത്തില് നമ്മള് ലാഹോർ പോലും പിടിച്ചെടുത്തു പാകിസ്ഥാന്റെ. അങ്ങനെ ഉടനെ തന്നെ UN ഇടപെടുകയാണ്. UN ഇടപെട്ട് വെടിനിർത്തലിനായിട്ട് ശ്രമിക്കുകയും 1965 സെപ്റ്റംബർ 22 വെടിനിർത്തൽ നടപ്പാവുകയും ചെയ്തു. പക്ഷേ പിന്നീട് ഇന്ത്യ പിടിച്ചെടുത്ത പ്രദേശങ്ങളൊക്കെ പാകിസ്ഥാന് തിരികെ കൊടുത്തു. യുദ്ധത്തിന് മുമ്പ് ഏത് പൊസിഷനിലായിരുന്നോ ആ പൊസിഷനിലേക്ക് മടങ്ങാനുള്ള ധാരണയിലായി. താഷ്കന്റ് കരാർ. വെടിനിർത്തൽ നിലവിൽ വന്നപ്പോഴേക്കും സൗമ്യ സ്വഭാവിയും മിതഭാഷിയുമായ ശാസ്ത്രി ഒരു ദേശീയ നായകനായിട്ട് മാറിയിരുന്നു. 1966 ജനുവരിയിൽ ശാസ്ത്രി പാക് രാഷ്ട്രപതി മുഹമ്മദ് അയൂബ് ഖാനുമായി അന്നത്തെ റഷ്യയിലെ താഷ്കന്റിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുകയും, താഷ്കന്റ് ഇന്ന് ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാനമാണ് കേട്ടോ, ഇന്നിപ്പോ സോവിയറ്റിന്റെ ഭാഗമല്ലല്ലോ. അങ്ങനെ സോവിയറ്റിന്റെ കൂടി ഇടപെടലിന്റെ ഭാഗമായിട്ട് താഷ്കന്റ് കരാറിൽ ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് ഒപ്പുവെക്കുകയാണ്. എന്നാൽ അതിന്റെ തൊട്ടടുത്ത ദിവസം ഹൃദയാഘാതം മൂലം നമ്മുടെ ശാസ്ത്രി അന്തരിക്കുകയാണ്. ഇന്ത്യക്ക് പുറത്തു വെച്ച് മരിച്ച ഇന്ത്യയുടെ ഏക പ്രധാനമന്ത്രിയായിട്ട് അദ്ദേഹം മാറുന്നു. മൃതദേഹം ഇന്ത്യയിൽ കൊണ്ടുവന്ന ശേഷം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോട് കൂടിയിട്ട് സംസ്കരിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് ഇന്നും അഭ്യൂഹങ്ങളുണ്ട്. അമേരിക്കയ്ക്ക് പങ്കുണ്ടെന്നും അല്ലെങ്കിൽ വെസ്റ്റിന്റെ ചാരന്മാരുടെ പങ്കുണ്ടെന്നും സോവിയറ്റിന് പങ്കുണ്ടെന്നും അങ്ങനെ പല രൂപത്തിലും ഇന്നും
കോൺസ്പെറസി തിയറീസും ഉണ്ട്. ഇത്രയും കേൾക്കുമ്പോൾ ആർക്കും സംശയം തോന്നുമല്ലേ? ആ സംശയമൊക്കെ എനിക്കുമുണ്ട്. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണം ഞാൻ കരുതുന്നില്ല സ്വാഭാവികമാണെന്ന്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് സത്യം കണ്ടെത്താൻ ഒരു വഴിയും ഇന്നില്ല. ഈ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണവും അദ്ദേഹത്തിന്റെ ജീവിതവും ആദ്യം വായിച്ച കാലം തൊട്ട് തന്നെ എൻ്റെ മനസ്സിൽ വ്യക്തിപരമായിട്ട് ഇതൊരു സ്വാഭാവിക മരണമായിട്ട് കരുതാൻ ബുദ്ധിമുട്ടാണ്. കാരണം അക്കാലത്ത് ശീതയുദ്ധം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയത്ത് എന്തും നടക്കും, അമേരിക്കയും സോവിയറ്റും ഒക്കെ വിചാരിച്ചാൽ. അപ്പോ പാകിസ്ഥാന്റെ ലാഹോർ അടക്കം 3600 സ്ക്വയർ കിലോമീറ്ററിലേറെ പ്രദേശങ്ങൾ ഇന്ത്യ പിടിച്ചെടുത്തിട്ട് നമുക്കത് വിട്ടുകൊടുക്കേണ്ടി വന്നു എന്നത്, അതിന് ശാസ്ത്രി സമ്മതിച്ചു എന്നത് അവിശ്വസനീയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇത് എല്ലാവരും ഒന്ന് മനസ്സിൽ വയ്ക്കുക. അപ്പോൾ ലാൽ ബഹദൂർ ശാസ്ത്രി എന്നിട്ട് മരിക്കുന്നത് എപ്പോഴാണ്? 1966 അദ്ദേഹം മരിക്കുകയാണ്. അദ്ദേഹം 1966 ജനുവരി 11 മരിക്കുന്നത്. അതിനുശേഷം ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് 1966 ജാനുവരി 24 അധികാരത്തിലേക്ക് എത്തുകയാണ്. 1967 നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി 40.7% വോട്ട് നേടിയാണ് ജയിക്കുന്നത്. 283 സീറ്റുകളും ഇന്ദിരാഗാന്ധിയുടെ പാർട്ടിക്ക് അന്ന് കിട്ടുന്നുണ്ട്. 1971 നടന്ന ഇന്ത്യയുടെ ജനറൽ ഇലക്ഷനിൽ വീണ്ടും ഇന്ദിരാഗാന്ധി സർക്കാർ അധികാരത്തിൽ വരികയാണ്. മാർച്ച് 1 മുതൽ 10 വരെ നടന്ന തെരഞ്ഞെടുപ്പിൽ മുൻ തവണത്തെ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഏതാണ്ട് 3% വോട്ടും ഇന്ദിരാഗാന്ധിക്ക് അധികമായി കിട്ടുന്നുണ്ട്. 352 സീറ്റുകളാണ് അവർക്ക് നേടാൻ കഴിഞ്ഞത്. അങ്ങനെ വീണ്ടും 1971 ഇന്ദിരാഗാന്ധി അധികാരത്തിലെത്തുന്നു. ജനസംഘത്തിന് കഴിഞ്ഞ 67 തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 71 തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ കുറയുകയാണ്. അവർക്ക് 22 കുറഞ്ഞു. 35 സീറ്റുകളാണ് നേരത്തെ ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുന്നുണ്ട്. 71 തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ 71 യുദ്ധത്തിൽ നമുക്ക് പോകേണ്ടി വരുന്നത്. യുദ്ധം സംഭവിക്കുന്നത് 1971 ഡിസംബറിലാണ്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഏകദേശം ഡിസംബർ 3 മുതൽ 16 വരെ നീണ്ടുനിന്ന യുദ്ധം, ബംഗ്ലാദേശ് വിമോചനത്തിലേക്ക് നയിച്ച യുദ്ധം. ആ യുദ്ധത്തിലും ഈ പറയുന്ന അമേരിക്കയും വെസ്റ്റേൺ രാജ്യങ്ങളും പാകിസ്ഥാനൊപ്പമായിരുന്നു. പക്ഷെ ഇന്ത്യയാണ് യുദ്ധത്തിൽ ജയിച്ചത്. പാകിസ്ഥാൻ തോൽക്കുമെന്നായപ്പോൾ സഹായിക്കാനായിട്ട് അമേരിക്കൻ കപ്പൽ നമ്മളെ ആക്രമിക്കാനായിട്ട് വന്നതും ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശത്തെ തുടർന്ന് സോവിയറ്റ് യൂണിയൻ അതിനെ തടയാനായിട്ട് റഷ്യയുടെ ആണവ കപ്പൽ എത്തിയതുമൊക്കെ നമ്മൾ ഇന്നും വളരെ അഭിമാനത്തോടെ ഓർക്കുന്ന കാര്യങ്ങളാണ്. വ്ളാഡിവോസ്റ്റോക്ക് എന്ന് പറയുന്ന റഷ്യയുടെ ഫാർ ഈസ്റ്റിൽ നിന്നാണ് ഈ കപ്പൽ ഇന്ത്യയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നത്. അത് US-ന്റെ കപ്പലിനെ തടയുകയും ഇന്ത്യക്ക് നേരെയുള്ള ആക്രമണത്തെ പ്രതിരോധിക്കാൻ അതിലൂടെ നമുക്ക് സാധിക്കുകയും ചെയ്തു. അങ്ങനെ യുദ്ധത്തിൽ ഇന്ത്യ വിജയിക്കുന്നുണ്ട്. 71 യുദ്ധത്തിൽ ഇന്ത്യ വിജയിച്ചതോടെ ഇന്ദിരാഗാന്ധി ലോകപ്രസിദ്ധിയിലേക്ക് വീണ്ടും ഉയർന്നു. അമേരിക്കയുടെ അന്നത്തെ പ്രസിഡന്റായിരുന്ന നിക്സൺ അടക്കമുള്ളവര് ഇന്ദിരാഗാന്ധിയെ ഒരു ശത്രുവായിട്ടാണ് കണ്ടത്. നിക്സൺ ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് പല മോശമായ കാര്യങ്ങളും പറഞ്ഞതായിട്ടൊക്കെ അക്കാലത്തും പിന്നീട് ഇപ്പോഴും വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹത്തോടൊപ്പം അന്ന് സഹപ്രവർത്തകരായിട്ടുണ്ടായിരുന്ന പലരും ഇദ്ദേഹം ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് പറഞ്ഞ പല വാക്കുകളും ഇന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ പുസ്തകങ്ങളിലൂടെയൊക്കെ. ഇന്ദിരാഗാന്ധിയെ മന്ത്രവാദിനിയായിട്ടൊക്കെ നിക്സൺ കണ്ടിട്ടുണ്ട്. സോ നിക്സന്റെ കണ്ണിലെയും കരടായിരുന്നു, അല്ലെങ്കിൽ അമേരിക്കയുടെ കണ്ണിലെ കരടായിരുന്നു ഇന്ദിരാഗാന്ധി. ആ ഇന്ദിരാഗാന്ധിയാണ് 1971 യുദ്ധത്തിൽ ഇന്ത്യ എന്ന രാജ്യത്തെ നയിക്കുന്നത്. ആ ഇന്ദിരാഗാന്ധി നയിക്കുന്ന ഇന്ത്യയാണ് അമേരിക്കയുടെ സുഹൃത്തായ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് രൂപം കൊടുക്കുന്നത്. ഇന്ദിരാഗാന്ധിയുടെ അഭ്യർത്ഥന മാനിച്ചാണല്ലോ സോവിയറ്റ് കപ്പൽ, ആണവ കപ്പൽ അമേരിക്കയെ തുരത്തുന്നതിനായിട്ട് ബംഗാൾ ഉൾക്കടലിലേക്ക് വന്നത്. ഇവിടെ നമ്മൾ ചില കാര്യങ്ങൾ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ നടന്ന മത്സരം എന്തായിരുന്നു? ആരാണ് കൂടുതൽ പവർഫുൾ? 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകശക്തി ആരെന്നതായിരുന്നു അവരുടെ പ്രധാന മത്സരം. 2 പ്രധാന ചേരികളായിട്ട് ലോകം മാറിയ കാലം. അപ്പൊ ആ സമയത്ത് സ്വാഭാവികമായിട്ടും ഓരോ രാജ്യങ്ങൾ റിപ്പബ്ലിക്കായിട്ട് മാറുമ്പോഴും അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നേടുമ്പോഴുമൊക്കെ തങ്ങളുടെ ചേരിക്കൊപ്പം നിർത്താൻ ഈ 2 ശക്തികളും മത്സരിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സമയത്താണ് ഇന്ത്യ ചേരിചേരാ പ്രസ്ഥാനമൊക്കെ ഉയർത്തിയെങ്കിലും ഇപ്പോഴും ജവഹർലാൽ നെഹ്റു സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടുകളുള്ള സോവിയറ്റിനോട് ഏറെക്കുറെ സാദൃശ്യമുള്ള അല്ലെങ്കിൽ അതിനോട് അടുത്ത് നിൽക്കുന്ന ഒരാളാണ്. സോ നെഹ്റുവിന്റെ പുത്രിയായിട്ടുള്ള ഇന്ദിരാഗാന്ധി സോവിയറ്റുമായി കൂടുതൽ അടുക്കുന്നുണ്ട്. അപ്പൊ ഇന്ദിരാഗാന്ധിയുടെ അഭ്യർത്ഥന മാനിച്ച അമേരിക്കയുടെ ഒരു കപ്പലിനെ റഷ്യയുടെ അല്ലെങ്കിൽ സോവിയറ്റിന്റെ കപ്പൽ തടയുകയാണ്. ഇത് ആഗോളതലത്തിൽ വാർത്തകളുമാവുന്നുണ്ട്. സ്വാഭാവികമായി അമേരിക്ക അവിടെ തീർച്ചയായിട്ടും അവരുടെ ഈഗോ ഹർട്ടാവും. സോ ഇന്ദിരാഗാന്ധി അവരുടെ കണ്ണിലെ കരടും ശത്രുവുമായിട്ട് അതോടെ മാറും എന്ന് ഇന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നിസ്സംശയം നമുക്ക് പറയാം. US-ന്റെ വിവിധ വിഷയങ്ങളിലുള്ള ഇൻവോൾവ്മെന്റ് ഇന്ന് നമ്മൾ ഒന്ന് പിന്നിലേക്ക് നോക്കിയാൽ നമുക്ക് ഊഹിക്കാം, ഉറപ്പായിട്ടും ഒരു വലിയ ശത്രുവായിട്ട് അപ്പോഴേക്കും അവർ ഇന്ദിരാഗാന്ധിയെ കണ്ടിട്ടുണ്ടാകണം. ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മാറിയതിനു ശേഷം
സോവിയറ്റ് യൂണിയനുമായിട്ട് അടുത്തതോടുകൂടി അമേരിക്കയ്ക്ക് തീരെ അവരെ ഇഷ്ടമല്ലാതായി. 1971 യുദ്ധത്തിന് മുമ്പായിട്ട് തന്നെ ഇന്ത്യയും സോവിയറ്റ് യൂണിയനും തമ്മിൽ ഒരു ട്രീറ്റി ഉണ്ടാക്കിയിരുന്നു. അതായത് ഇതൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രീറ്റിയാണ്. ഇൻഡോ സോവിയറ്റ് ട്രീറ്റി ഓഫ് പീസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ട്രീറ്റി ഓഫ് പീസ്, ഫ്രണ്ട്ഷിപ്പ്, കോർപ്പറേഷൻ ഇതെല്ലാം ഇതിന്റെ ഭാഗമായിട്ടാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഇൻഡോ സോവിയറ്റ് ട്രീറ്റിയുടെ ഭാഗമായിട്ടാണ് അമേരിക്ക നമ്മളെ ആക്രമിക്കാൻ വന്നപ്പോൾ നമ്മളെ സഹായിക്കാനായിട്ട് റഷ്യ എത്തിയത്. സ്വാഭാവികമായിട്ട് സോവിയറ്റ് നമ്മളെ സഹായിക്കുക കൂടി ചെയ്തപ്പോൾ ഇന്ദിരാഗാന്ധി കൂടുതൽ സോവിയറ്റ് യൂണിയനുമായിട്ട് അടുക്കുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ഡിഫൻസ് ആൻഡ് എക്കണോമിക് കോർപ്പറേഷൻ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സോവിയറ്റ് യൂണിയൻ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മിലിറ്ററി എക്യുപ്മെന്റ്സ് സപ്ലൈ ചെയ്യുന്ന രാജ്യമായിട്ട് അതോടെ മാറുകയാണ്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ 1971 യുദ്ധം ഇന്ത്യ സോവിയറ്റ് ബന്ധം കൂടുതൽ ശക്തവും ദൃഢവുമാകുന്നതിലേക്ക് നയിച്ചു. സ്വാഭാവികമായിട്ട് ശീതയുദ്ധ സമയത്താണല്ലോ ഇത് നടക്കുന്നത്. അമേരിക്കയുടെ കണ്ണിൽ വീണ്ടും നമ്മൾ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി ഒരു വലിയ കരടായി മാറുകയാണ്. അമേരിക്ക ഏകപക്ഷീയമായിട്ട് പാകിസ്ഥാനൊപ്പം നിലയുറപ്പിച്ചത് ഇന്ത്യക്കും അമേരിക്കയുടെ നീരസമുണ്ടാവുന്നതിന് കാരണമായി. നിക്സൺ അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യക്ക് എതിരാണ് എന്ന് ഇന്ത്യ അക്കാലത്ത് കരുതുകയും ചെയ്തു. ഇന്ത്യയും യുഎസും തമ്മിലുള്ള റിലേഷൻസിനകത്ത് ടെൻഷൻസ് ഉണ്ടായെങ്കിലും പൂർണ്ണമായിട്ടും അകറ്റി നിർത്തിയില്ല ഇന്ദിരാഗാന്ധി അമേരിക്കയെ. പകരം ഡിപ്ലോമാറ്റിക് ചാനൽസിലൂടെ ഇന്ത്യയും യുഎസും തമ്മിലുള്ള ബന്ധത്തെ ഒരു നയത്തിൽ കൊണ്ടുപോകാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. ഇന്ത്യൻ നോൺ അലൈൻമെന്റ് മൂവ്മെന്റിനെയൊക്കെ ശക്തിപ്പെടുത്തുകയും ഗ്ലോബൽ സൗത്തിന്റെ സോളിഡാരിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തുവെങ്കിലും അമേരിക്ക ഇന്ത്യയെ സോവിയറ്റിന്റെ ഒരു സുഹൃത്തായി തന്നെ കാണാൻ തുടങ്ങി എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇന്ത്യയെ ആക്രമിക്കാൻ അമേരിക്കൻ കപ്പൽ വന്ന സമയത്ത് ആണവ ആയുധമുള്ള കപ്പൽ കൊണ്ട് സോവിയറ്റ് നേരിട്ടത് ഇന്ദിരാഗാന്ധിയെ വളരെയധികം ആകർഷിച്ചു. അങ്ങനെയാണ് ഇന്ത്യയുടെ ആണവായുധത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് അവർ തിരിച്ചറിയുന്നത്. ഇന്ത്യക്ക് സ്വന്തമായി ആണവായുധം വേണമെന്നും അത് ഇന്ത്യയെ കൂടുതൽ ശക്തമാക്കുകയും ഇന്ത്യയെ ആക്രമിക്കാൻ മറ്റു രാജ്യങ്ങളെ ഭയപ്പെടുത്തുന്ന നിലയിലേക്ക് വളർത്തുകയും ചെയ്യുമെന്നുള്ള ഇന്ദിരാഗാന്ധിയുടെ തിരിച്ചറിവാണ് നമ്മുടെ സ്മൈലിംഗ് ബുദ്ധ എന്ന് പറയുന്ന ആദ്യ ആണവായുധ പരീക്ഷണത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. 1974 ഇന്ത്യ ലോകത്ത് വിരലിലെണ്ണാവുന്ന രാജ്യങ്ങൾക്ക് മാത്രം സ്വന്തമായിട്ടുണ്ടായിരുന്ന ആണവായുധം എന്ന ശക്തി നേടിയെടുക്കുകയാണ്. ഇത് ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ ശക്തി പ്രകടനമായിട്ട് തന്നെ കാണാം. ഇത് സ്വാഭാവികമായി അമേരിക്കയെ ഭയപ്പെടുത്തി. പ്രത്യേകിച്ച് ഇന്ത്യക്ക് സോവിയറ്റ് യൂണിയനുമായിട്ടുണ്ടാവുന്ന പ്രത്യേക ബന്ധം, ഇന്ദിരാഗാന്ധി പുലർത്തിയിരുന്ന പ്രത്യേകമായ സൗഹൃദം, ഇന്ത്യ സോവിയറ്റ് അച്ചുതണ്ട് രൂപപ്പെടുമെന്നുള്ള ഭയം അമേരിക്കയിൽ ജനിപ്പിക്കുന്നു. സ്വാഭാവികമായ ഒരു ആണവ ശക്തിയായിട്ട് ഇന്ത്യ മാറിയതോടെ ഇന്ത്യയെ അവർ ഒരു പ്രധാന എതിരാളി എന്ന നിലയിൽ കണ്ടിരിക്കണം, പ്രത്യേകിച്ച് അന്നത്തെ ഗവൺമെന്റ്. ഇത്രയും കാര്യങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം, ജവഹർലാൽ നെഹ്റുവിന് ശേഷം ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണം, ദുരൂഹമായ മരണം, പാകിസ്ഥാനെ തോൽപ്പിച്ചതിന് ശേഷമുള്ള മരണം, അതിനുശേഷം ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വരുന്നു, വീണ്ടും പാകിസ്ഥാനെ 71 തോൽപ്പിക്കുന്നു, ബംഗ്ലാദേശിനെ ഉണ്ടാക്കുന്നു, സോവിയറ്റുമായി അടുക്കുന്നു, ആണവായുധം പരീക്ഷിക്കുന്നു. അമേരിക്കയുടെ കണ്ണിലെ കരടായി തീരാൻ ഇത്രയുമൊക്കെ പോരെ? 1974 ആണവായുധം പരീക്ഷിക്കുന്നു. 75 രാജ്യം അടിയന്തരാവസ്ഥയിലേക്ക് പോവുകയാണ്. ഇന്ന് അമേരിക്ക വിവിധ രാജ്യങ്ങളിൽ ഇൻവോൾവ് ആവുന്നത് മാത്രം ഒന്ന് പരിശോധിക്കുക. അതായത് ബംഗ്ലാദേശിലായിക്കോട്ടെ, മിഡിൽ ഈസ്റ്റിലായിക്കോട്ടെ, അമേരിക്ക ഓരോ രാജ്യങ്ങളിലും ഇടപെടുന്നതും അട്ടിമറികൾക്കായി ശ്രമിക്കുന്നതും ഭരണമാറ്റങ്ങൾക്കായി ശ്രമിക്കുന്നതുമൊക്കെ ഇന്ന് കുറെ കൂടെ സുതാര്യമായിട്ട് നമുക്ക് മനസ്സിലാവും. ഇന്ന് ഇത്രയും ഇന്റർനെറ്റും ഡിജിറ്റൽ വേൾഡും ഒക്കെ ഇത്രയും എന്ന് നമ്മൾ പറയുന്ന ഈ കാലത്ത്, എന്നാൽ ഇതൊന്നുമില്ലാത്ത കഴിഞ്ഞ നൂറ്റാണ്ടിൽ, 20ാം നൂറ്റാണ്ടിൽ അമേരിക്ക ഏതൊക്കെ ലെവലിൽ പോയിട്ടുണ്ടാകുമെന്ന് നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റില്ല. ഹോമി ജെ ഭാഭ ഇന്ത്യയുടെ ആണവശാസ്ത്രത്തിന് അല്ലെങ്കിൽ ആണവ ആയുധത്തിന് തുടക്കമിട്ട ഇന്ത്യയുടെ ആണവശാസ്ത്രത്തിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ് ഹോമി ജെ ഭാഭ. അദ്ദേഹം അമേരിക്കയുടെ നിരന്തരമായിട്ട് ഇന്ത്യയുടെ ഈ സമാധാനത്തിന് വേണ്ടിയുള്ള ആണവ പരീക്ഷണത്തെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. പക്ഷെ അമേരിക്ക അത് വേണ്ടത്ര പരിഗണിച്ചില്ല എന്ന് തന്നെ പറയാം. 1965 ഭാഭ അമേരിക്കയിൽ പോവാണ്. വാഷിംഗ്ടൺ DC എത്തുകയും അവിടെ അദ്ദേഹം സ്റ്റേറ്റിലെ അണ്ടർ സെക്രട്ടറി ആയിട്ടുള്ള ജോർജ് വാളിനെ കാണുകയും ചെയ്തു. അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയുടെ ആണവ പരീക്ഷണത്തെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഞങ്ങളുടെ മാക്സിമം ഞങ്ങൾ ശ്രമിച്ചാൽ 18 മാസം കൊണ്ട് ഞങ്ങൾക്കൊരു ഡിവൈസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. എന്നാൽ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, യുഎസിന്റെ ബ്ലൂ പ്രിന്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്കത് 6 മാസം കൊണ്ട് നേടാൻ കഴിയും. നമുക്ക് സമാധാനപരമായ ഈ ഒരു മിഷൻ നടത്തുവാൻ നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് അമേരിക്ക പറയുന്നുണ്ട്, പറ്റില്ല, തീർത്തു പറഞ്ഞു, നടക്കില്ല എന്ന്. ഇതിനിടയിലാണ് ലാൽ ബഹദൂർ ശാസ്ത്രി അദ്ദേഹം മരണപ്പെടുന്നത്. തൊട്ടു പിന്നാലെ തന്നെ ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമാകുന്നുണ്ട്. എന്നാൽ ഇവിടെയാണ് മറ്റൊരു നമുക്ക് ഇന്നും കൃത്യമായിട്ട് വിശദീകരിക്കാൻ കഴിയാത്തൊന്ന് കൂടി സംഭവിക്കുന്നത്. ലാൽ ബഹദൂർ ശാസ്ത്രി മരിക്കുന്നു, ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നു. തൊട്ടു പിന്നാലെ തന്നെ ഇന്ദിരാഗാന്ധി ആണവായുധത്തിന് വേണ്ടി ശക്തമായി വാദിക്കുന്ന ആളാണ്. ആണവായുധം ഇന്ത്യക്ക് വേണമെന്ന കാഴ്ചപ്പാടുമുള്ള ആളാണ്.
അങ്ങനെ ഒരു പ്രധാനമന്ത്രി ഇന്ത്യക്ക് കിട്ടിയതിന് പിന്നാലെ തന്നെ ഇദ്ദേഹം മരണപ്പെടുകയാണ്. ഇന്ദിരാഗാന്ധി അധികാരത്തിലേറി ഏതാനും 2 ആഴ്ചയ്ക്കുള്ളിൽ. സ്വാഭാവികമായിട്ടും പറയപ്പെടുന്നത് ഇന്ദിരാഗാന്ധി ഈ ഒരു പരീക്ഷണത്തെ സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പൊ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഇത് യാഥാർത്ഥ്യമാകും എന്നതുകൊണ്ട് ഹോമി ജെ ഭാഭയെ ഒരു വിമാന അപകടം ഉണ്ടാക്കി വകവരുത്തിയതാണ് എന്ന് പറയപ്പെടുന്നു. അപ്പോ അതിന്റെ പിന്നിൽ അമേരിക്കൻ ചാര സംഘടനയ്ക്ക് പങ്കുണ്ടെന്നൊക്കെയുള്ള കോൺസ്പിറസി തിയറീസ് ഉണ്ട്. ഞാൻ ഇതിനകത്തൊന്നും ഒരു കാര്യത്തിലും ഇങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം നമുക്ക് എവിഡൻസ് ഇല്ലാതെ ഒരു രാജ്യത്തിനെയും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത്തരം കോൺസ്പിറസി തിയറീസ് അന്ന് തൊട്ട് ഇന്ന് വരെ ഉണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ മരണശേഷവും ഇന്ത്യയുടെ ആണവ പരീക്ഷണം പക്ഷെ മുന്നോട്ട് പോയി. കാരണം ഭാവയോടൊപ്പം തന്നെ രാജാ രാമണ്ണ എന്ന് പറയുന്ന മറ്റൊരു പ്രതിഭാശാലിയായ ശാസ്ത്രജ്ഞൻ കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം ഇന്ത്യയുടെ ആണവ പരീക്ഷണത്തെ മുന്നോട്ട് നയിച്ചു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് 1974 നമ്മൾ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തുന്നത്. ഇന്ത്യയുടെ ആണവ പരീക്ഷണത്തിന്റെ സൂത്രധാരനായിരുന്നു അദ്ദേഹം. 1974 അങ്ങനെ ആണവായുധം ഇന്ത്യ പരീക്ഷിക്കുന്നതോടെ നമ്മുടെ രാജ്യം ആണവ ശക്തിയാവുകയാണ്. ഒന്ന് ഇമാജിൻ ചെയ്യുക, ഇന്ദിരാഗാന്ധിയുടെ ഒരു ഗ്രാഫ് എത്രത്തോളം ഉയർന്നു കാണുമെന്ന്. 71 യുദ്ധം നമ്മൾ ജയിക്കുന്നു, ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യത്തെ ഉണ്ടാക്കുന്നു, അതിനുശേഷം നമ്മൾ ആണവായുധം പരീക്ഷിക്കുന്നു, ഒരു ആണവ ശക്തിയായിട്ട് മാറുന്നു. അപ്പോഴും പാകിസ്ഥാൻ ആണവായുധമില്ല, ചൈനയ്ക്കേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഇന്ദിരാഗാന്ധിയുടെ ഗ്രാഫ് ഉയർന്നു നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോഴാണ് ഇന്ദിരാഗാന്ധിക്ക് 75 ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടി വരുന്നത്. 1971 നടന്ന തെരഞ്ഞെടുപ്പില് കോൺഗ്രസ് പാർട്ടി പരക്കെ തിരഞ്ഞെടുപ്പ് കൃത്രിമം കാട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദിരയുടെ എതിരാളികൾ കുറെ കാലമായിട്ട് ഒരു സൈഡിൽ കൂടി ആരോപണങ്ങൾ ഉന്നയിക്കുമായിരുന്നു അത്രയും. ഗാന്ധിയൻ സോഷ്യലിസ്റ്റ് നേതാവായ ജയപ്രകാശ് നാരായണൻ ബീഹാറിൽ പ്രവിശ്യ സർക്കാരിനെ മാറ്റുന്നതിന് വേണ്ടി പ്രക്ഷോഭം നടത്തി വരികയുമായിരുന്നു. അദ്ദേഹം സത്യാഗ്രഹത്തിലൂടെ ഇന്ത്യൻ സർക്കാരിനെ പുറത്താക്കുവാൻ ജനകീയ പ്രക്ഷോഭം നടത്താൻ ശ്രമം തുടങ്ങി. നാരായണനും അദ്ദേഹത്തിന്റെ അനുയായികളും അഹിംസാ മാർഗത്തിലൂടെ ഇന്ത്യൻ സമൂഹത്തെ മാറ്റിമറിക്കുവാനായി ഒരു സമ്പൂർണ്ണ വിപ്ലവത്തിനായി വിദ്യാർത്ഥികളെയും കർഷകരെയും തൊഴിലാളി സംഘടനകളെയും ഒന്നിപ്പിക്കുവാൻ ശ്രമിച്ചു. ഗുജറാത്ത് സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയുടെ പാർട്ടി പല രാഷ്ട്രീയ കക്ഷികളുടെ സഖ്യമായ ജനതാ പാർട്ടിയോട് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നു. പാർലമെന്റിൽ സർക്കാർ ഒരു അവിശ്വാസ പ്രമേയത്തെ അഭിമുഖീകരിക്കുന്നു. അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലമാണ് നമ്മൾ ഈ പറയുന്നത്. ഇന്ദിരാഗാന്ധിയോട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട രാജാ നാരായണൻ തെരഞ്ഞെടുപ്പ് കൃത്രിമം, സർക്കാർ വസ്തുവകകൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഉപയോഗിക്കൽ എന്നീ കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധിക്കെതിരായിട്ട് അലഹാബാദ് ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുക്കുന്നു. 1975 ജൂൺ 12 ജസ്റ്റിസ് ജഗൻമോഹൻലാൽ സിൻഹ ഇന്ദിരാഗാന്ധിയെ ഭരണകൂടത്തിന്റെ വസ്തുവകകൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി വിനിയോഗിച്ചു എന്ന കുറ്റത്തിന് കുറ്റക്കാരിയെന്ന് വിധിക്കുന്നു. ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് വിധി കോടതി റദ്ദാക്കുകയും ലോക്സഭാ സീറ്റ് റദ്ദാക്കുകയും ചെയ്യുന്നു. അടുത്ത 6 വർഷത്തേക്ക് ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി മത്സരിക്കുന്നതിൽ നിന്ന് കോടതി വിലക്കുന്നു. എങ്കിലും വോട്ടർമാർക്ക് കൈക്കൂലി കൊടുത്തു, ഇലക്ഷൻ തിരിമറി തുടങ്ങിയ ഗൗരവമേറിയ കുറ്റങ്ങളൊന്നും തന്നെ കോടതി പരിഗണിക്കുകയോ അങ്ങനെ ഒന്നും ഉള്ളതായിട്ട് കണ്ടെത്തുകയോ ചെയ്തിട്ടില്ല. ഈ ആരോപണങ്ങളെല്ലാം കോടതി തള്ളിക്കളയുകയാണ്. സംസ്ഥാന പോലീസ് ഇലക്ഷൻ വേദികൾ നിർമ്മിച്ചു, സംസ്ഥാന വൈദ്യുതി വകുപ്പിൽ നിന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി വൈദ്യുതി ഉപയോഗിച്ചു, പ്രസംഗവേദി വളരെ ഉയർന്നതായിരുന്നു തുടങ്ങിയ കുറ്റങ്ങൾക്കാണ് ഇന്ദിരാഗാന്ധിയെ കോടതി ശിക്ഷിച്ചത്. അടിയന്തരാവസ്ഥയുടെ ഈ സാഹചര്യത്തെ അറിയാത്ത ഒരാൾ ഇത് കേൾക്കുമ്പോൾ മൂക്കത്ത് വിരൽ വയ്ക്കും. ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി അയോഗ്യയാണെന്ന വിധി വന്നത്. പലപ്പോഴും അങ്ങനെയാണ് അല്ലേ? കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും നിസ്സാരമായ കാര്യങ്ങൾ ഇന്ത്യയുടെ സക്സസ്ഫുൾ ആയിട്ട് രാജ്യത്തെ നയിച്ചുകൊണ്ടിരുന്ന ഒരു പ്രധാനമന്ത്രിയെ അയോഗ്യയാക്കിയിരിക്കുകയാണ്. ഈ ഒരു നിസ്സാരമായ കാര്യങ്ങൾ. ഈ കോടതി വിധി തീർച്ചയായിട്ടും ഒരു തർക്ക വിഷയമാണ്. അതിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ, തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, ഓൾറെഡി പ്രധാനമന്ത്രിയാണ്. സ്വാഭാവികമായി പ്രധാനമന്ത്രിക്ക് പ്രോട്ടോകോൾ അനുസരിച്ച് ചില സുരക്ഷാ ചട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ സുരക്ഷ അവരെത്തുന്ന സമയത്ത് ഒരുക്കേണ്ടത് പോലീസും അവരുടെ സുരക്ഷാ സേനയുമാണ്. ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ പോലും തെരഞ്ഞെടുപ്പ് ലംഘനമായിട്ട്, ചട്ടങ്ങളുടെ ലംഘനമായിട്ട് കണ്ടു എന്നതാണ് തർക്ക വിഷയമായിട്ട് നിൽക്കുന്ന ഒരു കാര്യം. മറ്റൊരു കുറ്റം, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായ യശ്പാൽ കപൂർ തന്റെ രാജി മേലുദ്യോഗസ്ഥർ അംഗീകരിക്കുന്നതിന് മുമ്പായിട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചു എന്നതായിരുന്നു. ഈ കുറ്റങ്ങളുടെയൊക്കെ പേരിലാണ് ഇന്ദിരാഗാന്ധിയെ അയോഗ്യയാക്കിയത്. വളരെ താരതമ്യേന ചെറിയ കുറ്റങ്ങൾക്ക്, ലഘുവായ കുറ്റങ്ങൾ കണ്ടെത്തിയെന്നും പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹത്തിനെതിരായിട്ട് നടപടി സ്വീകരിച്ചത്. ടൈംസ് മാഗസീൻ അടക്കമുള്ള വാരികകൾ ശരിക്കും പറഞ്ഞാൽ ഇതിനെ പരോക്ഷമായി ഈ വിധിയെ വിമർശിച്ചുകൊണ്ട് അക്കാലത്ത് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്.
തൊഴിൽ, ട്രേഡ് യൂണിയൻ, വിദ്യാർത്ഥി സംഘടനകൾ, സർക്കാർ ഉദ്യോഗസ്ഥരുടെ സംഘടനകൾ തുടങ്ങിയവരുടെ സമരങ്ങൾ ഇതിനു പിന്നാലെ രാജ്യമൊട്ടാകെ വ്യാപിച്ചു. മൊറാർജി ദേശായി, ജയപ്രകാശ് നാരായണൻ എന്നിവർ നയിച്ച പ്രക്ഷോഭങ്ങൾ ദില്ലിയില് നിയമസഭ, പ്രധാനമന്ത്രിയുടെ വസതി എന്നിവയോട് ചേർന്നുള്ള നിരത്തുകൾ ജനങ്ങളെ കൊണ്ട് നിറച്ചു. പിന്നീട് അടിയന്തരാവസ്ഥ സംഭവിച്ചു എന്ന് നമുക്കറിയാം. അത് 1977 വരെ നീണ്ടുനിന്നു. അടിയന്തരാവസ്ഥ കാലത്തെ ഇന്ദിരാഗാന്ധിയുടെ പ്രവർത്തികളെ ഒരിക്കലും ഞാൻ ന്യായീകരിക്കുന്നേയില്ല. എന്നാൽ അടിയന്തരാവസ്ഥയിലേക്ക് അവരെ നയിച്ച സാഹചര്യങ്ങൾ ഒട്ടും നമുക്ക് യുക്തിപരമായി ചിന്തിക്കുമ്പോൾ അത്ര അവരുടെ ഭാഗത്ത് തെറ്റുള്ളതായി തോന്നുന്നില്ല. അതിനകത്ത് ഫോറിൻ രാജ്യങ്ങളുടെ ഇടപെടലുകളും ഉണ്ടാകാം. ഈ ഫോറിൻ രാജ്യത്തിന്റെ ഇടപെടൽ എന്ന് പറയുമ്പോൾ അമേരിക്കക്കാർ വന്ന് ഇന്ത്യക്കാരോട് പറഞ്ഞ് ഇന്ത്യക്കെതിരെ സമരം ചെയ്യിപ്പിക്കുന്നതല്ല. അത്തരം ഒരു ഹോട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അവർ ക്രിയേറ്റ് ചെയ്യും, ആളുകളെ ഇളക്കി വിട്ടിട്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടിട്ടില്ലേ, വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാനായിട്ട് ആരാധനാലയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ വലിച്ചെറിയുക, എന്നിട്ട് രണ്ട് സമൂഹത്തെ തമ്മിലടിപ്പിക്കുക. പണ്ട് ബ്രിട്ടീഷുകാർ ചെയ്തിട്ടുണ്ട്. അമ്പലങ്ങളിൽ കൊണ്ടുവന്ന് മാംസം വലിച്ചെറിയും, എന്നിട്ട് അത് മറ്റൊരു വിഭാഗം ചെയ്തതാണെന്ന് പറയും, എന്നിട്ട് തമ്മിലടിപ്പിക്കും. തിരിച്ച് പള്ളികളിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ ഇത് ബ്രിട്ടീഷുകാർ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ജനങ്ങൾ അറിയുന്ന പോലുമില്ല ഇതിന്റെ പിന്നിൽ വേറൊരാളാണ് പ്രവർത്തിച്ചതെന്ന്. ഇവർ തങ്ങളിൽ തമ്മിലടിക്കും. സമാനമായിട്ട് ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ, ഇളക്കി വിടാൻ ചാരപ്രവർത്തകർക്ക്, സംഘടനകൾക്ക് എളുപ്പത്തിൽ കഴിയും. പലയിടത്തും പണ്ടും ഇപ്പോഴുമൊക്കെ അത് നടക്കുന്നുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഫോറിൻ ഇൻവോൾവ്മെന്റ് ഇത്തരം കാര്യങ്ങളിൽ അടിയന്തരാവസ്ഥയിലേക്ക് നയിച്ച പ്രക്ഷോഭങ്ങളുടെ പിന്നിലുണ്ടോ എന്ന് ന്യായമായി സംശയിക്കാം. കാരണം 74 നമ്മൾ ആണവായുധം പരീക്ഷിച്ചതോടെ നമ്മുടെ ആണവായുധത്തിന്റെ കപ്പാസിറ്റി എത്രയുണ്ട്, എന്താണ് നമ്മുടെ ആണവ പ്രോജക്റ്റിന്റെ കറണ്ട് സ്റ്റാറ്റസ്, എത്രത്തോളം സ്ട്രോങ് ആണെന്ന് ഫോറിൻ രാജ്യങ്ങൾക്കൊന്നും അറിയില്ല. US-നും വെസ്റ്റിനും ഒന്നും അറിയില്ല. ഇന്ത്യ സ്മൈലിംഗ് ബുദ്ധ എന്ന് പേരിട്ട് നടത്തിയ ഒരു മിഷൻ, ഇതിനെക്കുറിച്ച് യാതൊരു സൂചനയും ഫോറിൻ രാജ്യങ്ങൾക്ക് കിട്ടിയുമില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ആണവായുധത്തിന്റെ സ്ട്രെങ്ത്, ആ സ്റ്റാറ്റസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ അത് ഒരുപക്ഷെ ഇന്ത്യയിൽ ഒരു അട്ടിമറി നടത്തി ഒരു ടെമ്പററി ഭരണകൂടത്തെ കൊണ്ടുവന്ന് അതിലൂടെ കാര്യങ്ങൾ ചോർത്തിയെടുക്കാനുള്ള ഒരു വിദേശ നീക്കം ഉണ്ടായോ എന്ന് നമുക്കറിയില്ല. കാരണം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ഈ സമയത്ത് ഇന്ദിരാഗാന്ധിക്ക് നല്ല സപ്പോർട്ടുണ്ട്, ഭയങ്കരമായ ഗ്രൗണ്ട് സപ്പോർട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല, അന്നൊരു സ്ട്രോങ് ആയിട്ടുള്ള മറ്റൊരു പൊളിറ്റിക്കൽ പാർട്ടിയും ഇന്ത്യയിൽ ഇല്ല എന്ന് നമ്മൾ ഓർക്കണം. ഇന്ദിരാഗാന്ധി അന്ന് രാജിവെച്ച് പോയാൽ ഇന്നിപ്പോ ബംഗ്ലാദേശിൽ ഉണ്ടായതുപോലെ ഏതെങ്കിലും ഒരു താൽക്കാലിക ഭരണകൂടം അധികാരത്തിൽ കയറുകയും രാജ്യത്തിന്റെ സുരക്ഷ തന്നെ അപകടത്തിലേക്ക് പോവുകയും ചെയ്തേക്കാമായിരുന്നു. അത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട്, ഈ ഫോറിൻ ഇൻവോൾവ്മെന്റ് ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. മാത്രമല്ല, സാമ്പത്തികമായ ചില പ്രതിസന്ധികളും ഉണ്ടായിരുന്നു എന്ന് കരുതപ്പെടുന്നു. സ്വാഭാവികമായിട്ട് ഈ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യ എക്കണോമിക്കലി ഗ്രോ ചെയ്തു എന്നാണ് രേഖകൾ പറയുന്നത്. പക്ഷേ ഒരുപാട് പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് നേരിടേണ്ടി വന്നു. അടിയന്തരാവസ്ഥ കാലത്തെ അവരുടെ പ്രവർത്തികൾ ഒരിക്കലും ന്യായീകരിക്കാനും പറ്റില്ല. എന്നിരുന്നാലും ആ അടിയന്തരാവസ്ഥയിലേക്ക് അവരെ നിർബന്ധപൂർവ്വം കൊണ്ടുചെന്ന് എത്തിച്ചതാണ് എന്ന് നിസ്സംശയം പറയാം. ആഭ്യന്തര പ്രശ്നങ്ങൾ വീണ്ടും ഇന്ത്യയിൽ അങ്ങനെ വരികയാണ്. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചെങ്കിലും 77 അത് പിൻവലിക്കേണ്ടി വന്നു. 77 എന്ത് സംഭവിച്ചു? ഒരു വലിയ സഖ്യ സർക്കാർ അധികാരത്തിൽ വന്നു, മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ. അദ്ദേഹം ഇന്ദിരാഗാന്ധിക്കെതിരെ അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പ് തന്നെ സമരം തുടങ്ങിയ ആളാണ്. ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു സർക്കാർ അധികാരത്തിൽ വന്നു. വലിയ ഭൂരിപക്ഷത്തോടെ അടിയന്തരാവസ്ഥ കാലത്ത് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളും സ്വാഭാവികമായിട്ടും അവരെ പരാജയത്തിലേക്ക് നയിച്ചിരുന്നു. അങ്ങനെ ഇന്ദിരാഗാന്ധി പരാജയപ്പെടുന്നു. മൊറാർജി ദേശായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് മാറുന്നു. അധികാരത്തിലേക്ക് വന്നു കയറിയതിന് തൊട്ടു പിന്നാലെ അദ്ദേഹം എടുത്ത പ്രധാനപ്പെട്ട നീക്കങ്ങളിൽ ഒന്നാണ് മണ്ഡൽ കമ്മീഷൻ. 1979 അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് മണ്ഡൽ കമ്മീഷന് ഉത്തരവിടുകയാണ്. ഇന്ത്യക്കാരുടെ ഐക്യം തകർത്ത ഒരു കമ്മീഷൻ എന്ന് പലപ്പോഴും പേരുദോഷം കേൾക്കുന്ന ഒന്നുകൂടിയാണ് മണ്ഡൽ കമ്മീഷൻ. മണ്ഡൽ കമ്മീഷൻ ഇദ്ദേഹം ഉത്തരവിട്ടെങ്കിലും ഇദ്ദേഹത്തിന് അധികകാലം പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിന്റെ സർക്കാർ താഴെ പോകുന്നു. വീണ്ടും ചരൺ സിംഗിന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നു. അദ്ദേഹവും പിന്നെ താഴെ പോകുന്നു. വീണ്ടും ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയാവുകയാണ് 1980. സോ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ഇന്ദിരാഗാന്ധി പ്രസിദ്ധീകരിച്ചില്ല. കാരണം അത് ഇന്ത്യയുടെ ഐക്യത്തെ തകർക്കുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ഇന്ദിരാഗാന്ധിയുടെ കീഴിൽ ദേശസ്നേഹത്താൽ വളർന്നു വരുന്ന ഒരു ജനറേഷൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ജനതയുണ്ടായിരുന്നു. അവർ വളരെയധികം യുണൈറ്റഡ് ആയിരുന്നു. സോ ആ ജനതയെ ഭിന്നിപ്പിക്കാൻ, വിശേഷിച്ച് ഭൂരിപക്ഷ വിഭാഗമായ ഹിന്ദു സമുദായത്തെ ഭിന്നിപ്പിക്കുക എന്ന ഒരു ഉദ്ദേശം കൂടി ഈ ഒരു മണ്ഡൽ കമ്മീഷന്റെ പിന്നിൽ ഉണ്ടെന്നൊക്കെ ആക്ഷേപമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് ജാതി സംവരണങ്ങളും ജാതിപരമായ വേർതിരിവും സമുദായങ്ങൾക്കിടയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി ഈ ജനകീയമായ ഐക്യം സാധ്യമാകില്ല. ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ദേശീയതയ്ക്ക് തുരങ്കം വയ്ക്കാൻ വേണ്ടിയിട്ട് മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്നതാണ് ഇത് എന്നും പലരും ആരോപിക്കുന്നുണ്ട്, ഇതിനെ എതിർക്കുന്നവര്. എന്താണെങ്കിലും 1980 ഇന്ദിരാഗാന്ധി വരുന്നു. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് അവർ പ്രസിദ്ധീകരിക്കുന്നില്ല. അവർക്കറിയാം അതിന്റെ അപകടം. 1980 ജാനുവരി 14 ഇന്ദിരാഗാന്ധി അധികാരത്തിലേക്ക് എത്തുന്നത്. മറ്റൊരു അമ്പരപ്പിക്കുന്ന ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് വെച്ചാൽ
1980 ജൂൺ 23-ന് സഞ്ജയ് ഗാന്ധി കൊല്ലപ്പെടുകയാണ്, അല്ലെങ്കിൽ മരണപ്പെടുകയാണ്. ഇതൊരു കൊലപാതകമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ കാരണം 1977 ഇദ്ദേഹത്തിനെതിരായിട്ട് ഒരു വധശ്രമം ഉണ്ടായിരുന്നു. ഭാഗ്യം കൊണ്ടാണ് ഇദ്ദേഹം രക്ഷപ്പെട്ടത്. അൺനോൺ ആയിട്ടുള്ള ഒരാള് ഇദ്ദേഹത്തിനെ വധിക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു, ഇദ്ദേഹത്തിന് നേരെ വെടിവെക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം നമുക്കറിയാം ഇന്ദിരാഗാന്ധി 80-ൽ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുന്നു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ സഞ്ജയ് ഗാന്ധി മരണപ്പെടുകയാണ്. വിമാന അപകടത്തിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. പക്ഷേ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ മരണത്തിന്റെ പിന്നിൽ മറ്റ് ആളുകൾക്ക് പങ്കുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം വധശ്രമം അടക്കം നേരിട്ട ആളായതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു കൊലപാതക ശ്രമത്തിന്റെ ഭാഗം തന്നെ ആയിരിക്കണം അദ്ദേഹത്തിന്റെ മരണം, ഇന്ദിരാഗാന്ധിയോടുള്ള പക. എന്തായാലും സഞ്ജയ് ഗാന്ധിയുടെ മരണശേഷം അധിക കാലമൊന്നും ഇന്ദിരാഗാന്ധിയും ജീവിച്ചിരുന്നില്ല. അതിന് മറ്റു ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ, അതിന്റെ ഒരു പശ്ചാത്തലം, അതായത് പഞ്ചാബിന്റെ മണ്ണിൽ ഖാലിസ്ഥാനി പ്രസ്ഥാനത്തിന് വേര് പിടിക്കുന്ന കാലമാണ് പിന്നീട്. ഈ ഖാലിസ്ഥാനികൾ ഇന്ന് അമേരിക്കയിലും കാനഡയിലുമാണ് കൂടുതലുള്ളത്. അവരുടെ പിന്തുണയുമുണ്ട്, അമേരിക്കയുടെയും കാനഡയുടെയും പിന്തുണ. സ്വാഭാവികമായി നമുക്ക് ഊഹിക്കാം അക്കാലത്തും ഈ ഖാലിസ്ഥാൻ വാദികൾക്ക് അമേരിക്കയുടെയും കാനഡയുടെയും ഒക്കെ പിന്തുണ ഉണ്ടായിരുന്നിരിക്കാമെന്ന്. ഖാലിസ്ഥാൻ വാദം ശക്തമായപ്പോഴാണ് ഇന്ദിരാഗാന്ധിക്ക് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടത്താൻ നിർബന്ധിതമാകേണ്ടി വന്നത്. സുവർണ ക്ഷേത്രത്തിൽ നടത്തിയ ഒരു സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. 1984 ജൂൺ 5-നും 6-നും ഇടയിലായിട്ട് ഈ തീയതികളിലാണ് ഈ ഒരു സൈനിക നടപടി നടക്കുന്നത്. ഇതേ തുടർന്നാണ് ഇന്ദിരാഗാന്ധിക്ക് ജീവൻ തന്നെ നഷ്ടമാവുന്നത്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന്റെ ഒരു പ്രതികാരം എന്ന നിലയ്ക്ക് 1984 ഒക്ടോബർ 31-ന് ഇന്ദിരാഗാന്ധിയും വധിക്കപ്പെടുകയാണ്. 1980-ൽ അധികാരത്തിൽ വരുന്നു. 80-ൽ തന്നെ തന്റെ മക്കളിൽ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നു. 84-ൽ സ്വയം മരണത്തിന് കീഴടങ്ങുന്നു. വിദേശ ഇടപെടലുകൾ സംശയിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമുക്കിവിടെയുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ഖാലിസ്ഥാനികളെ അമേരിക്കയും കാനഡയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോൾ ഈ ഒരു ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്നുണ്ടായ സിഖ് വിരുദ്ധ കലാപം സ്വാഭാവികമായി ഒരുപാട് പേര് രാജ്യം വിട്ടുപോകുന്നതിലേക്ക് നയിച്ചിട്ടുണ്ട്. അവരൊക്കെ പോയത് കൂടുതലും കാനഡയിലും അമേരിക്കയിലുമാണ്. അവിടെ അവർക്ക് ഷെൽട്ടർ കൊടുത്തതും ആ രാജ്യങ്ങളാണ്, അല്ലെങ്കിൽ വെസ്റ്റേൺ രാജ്യങ്ങളാണ്. എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഇതിന്റെയൊക്കെ പിന്നിൽ ഒരു വിദേശ ഇടപെടൽ കാണാനായിട്ട് സാധിക്കും. ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് പിന്നാലെ രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുകയാണ് വലിയ ഭൂരിപക്ഷത്തോടെ. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം ഇന്ദിരാഗാന്ധിയെ എത്രത്തോളം ഇന്ത്യക്കാര് സ്നേഹിച്ചിരുന്നുവെന്ന്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടുന്നത് രാജീവ് ഗാന്ധിക്കാണ്. 541 സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പില് രാജീവ് ഗാന്ധിക്ക് കിട്ടുന്നത് 414 സീറ്റുകളാണ്. 48.8% ജനങ്ങളുടെ പിന്തുണ. അതായത് 42% നേരത്തെ. 353 സീറ്റുകൾ ഉണ്ടായിരുന്നു, അത് 414 ഉയർന്നു, 61 സീറ്റുകൾ. ആ വോട്ട് രാജീവിനോടുള്ള സ്നേഹമായിരുന്നില്ല, ഇന്ദിരാഗാന്ധിയോടുള്ള സ്നേഹമായിരുന്നു. അപ്പോൾ ആ ഇന്ദിരാഗാന്ധിയാണ് 71-ലെ തെരഞ്ഞെടുപ്പിൽ തിരിമറി നടത്തിയെന്നൊക്കെ പലരും ആരോപിച്ചത് എന്നുകൂടി ഇവിടെ പറയട്ടെ. സോ ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം രാജീവ് ഇന്ത്യയുടെ പുതിയ മുഖമായി മാറിയതോടുകൂടി വീണ്ടും വിദേശ ശക്തികൾക്ക് ഇന്ത്യ കണ്ണിന് പിടിക്കാതെയാകാൻ തുടങ്ങി. 1984 മുതൽ 89 വരെ രാജീവ് ഗാന്ധി ഇന്ത്യ ഭരിച്ചു. എന്നാൽ 91-ൽ അദ്ദേഹവും കൊല ചെയ്യപ്പെട്ടു. നോക്കൂ, ആ നെഹ്റു കുടുംബത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഇന്ദിരയുടെ മക്കളിൽ അവശേഷിച്ചിരുന്ന ആളുകൂടി മരണപ്പെടുകയാണ്. ഇന്ദിരാഗാന്ധിയുടെ ആ ഒരു പരമ്പരയിൽ അവരുടെ മക്കളിൽ ആരും പിന്നെ ഇല്ല, പിന്നെ ഉള്ളത് ചെറുമക്കൾ മാത്രമാണ്, ഇന്നത്തെ രാഹുൽ ഗാന്ധി. അപ്പോ രാജീവ് ഗാന്ധി അടക്കമുള്ളവർ മരണപ്പെടുന്നു. അമേരിക്കൻ പട്ടാളത്തെ പോലും കൺട്രോൾ ചെയ്യാൻ US-നും ഡീപ് സ്റ്റേറ്റിനും അതുപോലെ തന്നെ CIA-ക്കും ഒക്കെ പറ്റും. അങ്ങനെയെങ്കിലും ഒരു LTTയെ പോലും കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതിൽ തെറ്റൊന്നുമില്ല. LTT ചിലപ്പോൾ നേരിട്ട് ചെയ്തതായിരിക്കാം, അതല്ലെങ്കിൽ അതിന് ഫോറിൻ ഇൻവോൾവ്മെന്റ് അതിന്റെ പിന്നിലും ഉണ്ടാകാം. അത് ഒരു സംശയം മാത്രമാണ്. പക്ഷെ അതിനൊക്കെ കഴിയുമെന്നാണ് ഞാൻ ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. സോ രാജീവ് ഗാന്ധി മരിക്കുന്നു. പിന്നീട് ഇന്ത്യയുടെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ശരിക്കും വല്ലാത്തൊരു അവസ്ഥയിലാണ്. പിന്നീട് നരസിംഹറാവുവിനാണ് 4 വർഷം തികഞ്ഞ് ഇന്ത്യ ഭരിക്കാൻ പറ്റിയത്. അതും പൂർണ്ണമായും ഒരു ഭൂരിപക്ഷമുള്ള ഗവൺമെന്റ് ആയിരുന്നില്ല. അടൽ ബിഹാരി വാജ്പേയി, HD ദേവഗൌഡ, അതുപോലെ നമ്മളെ ഗുജ്റാൾ, ഇവരൊക്കെ പലതവണ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരായി. അവസാനം 98-ന് ശേഷം 99 മുതൽ അങ്ങോട്ട് അടൽ ബിഹാരി വാജ്പേയിയുടെ കൂട്ടുകക്ഷി സർക്കാർ വരുന്നു. പിന്നീട് മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ 2 ടേമില് കൂട്ടുകക്ഷി സർക്കാർ വരുന്നു. അതിനുശേഷം ഇന്ത്യക്ക് ഭൂരിപക്ഷം കിട്ടുന്നത് 2014 മോദിക്കാണ്. 2019 മോദി അത് ഉയർത്തി. അതോടെ ആ ഇന്ദിരയുടെ സ്മെല്ല് വിദേശികൾക്ക് അടിച്ചു. മോദി മറ്റൊരു ഇന്ദിരാഗാന്ധിയെ പോലെ ആവുകയാണോ, ഒരു പവർഫുൾ ലീഡറായിട്ട് മാറുകയാണോ എന്ന് വിദേശികൾ ഭയപ്പെട്ടു. ഡീപ് സ്റ്റേറ്റ് ആവാം, US ആവാം, ചൈന ആവാം, പാകിസ്ഥാൻ ആവാം, ആരുമാകാം. സ്വാഭാവികമായി മോദിയുടെ ശക്തി കുറച്ചേ പറ്റൂ. പണ്ടത്തെ പോലുള്ള കളിയൊന്നും ഇന്ന് ഇന്ത്യയുടെ നടക്കില്ല. വളരെ പവർഫുൾ ആണ്.
ഇന്ത്യൻ മിലിറ്ററി ആണെങ്കിലും റോ ആണെങ്കിലും ഇന്ത്യയുടെ സംവിധാനങ്ങളാണെങ്കിലും. അതുകൊണ്ട് തന്നെ ഇന്ദിരാഗാന്ധിയോട് കാണിച്ച എല്ലാ പണിയും മോദിയുടെ അടുത്ത് നടക്കില്ല. അതുകൊണ്ട് അവർ കണ്ടെത്തിയതാണ് വ്യാജ പ്രചാരണങ്ങൾ. ഡിജിറ്റൽ ആയിട്ടുള്ള സോഷ്യൽ മീഡിയകൾ ഉപയോഗിച്ചുകൊണ്ട്, വ്യാജന്മാരെ ഉപയോഗിച്ചുകൊണ്ട്, കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുക, മോദിയുടെ ഭൂരിപക്ഷം കുറയ്ക്കുക. ഇന്ദിരാഗാന്ധിയെ പോലെ ഒരു ഭൂരിപക്ഷം മോദിക്ക് കിട്ടിയാൽ, രാജീവ് ഗാന്ധിയെ പോലെ ഒരു ഭൂരിപക്ഷം മോദിക്ക് വീണ്ടും കിട്ടിയാൽ, മോദി ഇന്ത്യയെ ചിലപ്പോൾ ചൈനയ്ക്കും അമേരിക്കയ്ക്കും ഒക്കെ ഭീഷണിയാവുന്ന നിലയിൽ ശക്തമായ രാജ്യമാക്കി മാറ്റുമോ എന്ന് അവർ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ഡീപ് സ്റ്റേറ്റ് ശ്രമിച്ചത്. 2024 മോദിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. വീണ്ടും ആ പഴയ കാലത്തേക്ക് നമ്മൾ പോയി. നരസിംഹറാവുവിന്റെയും വാജ്പേയിയുടെയും മൻമോഹൻ സിംഗിന്റെയും കാലത്ത് കൂട്ടുകക്ഷി സർക്കാർ, ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥ. സോ ഞാൻ ഇത്രയും കാര്യങ്ങൾ, ഇൻഫർമേഷൻസ് ജെന്യുവിൻ സോഴ്സാണ്, ആർക്കും എടുത്ത് പരിശോധിക്കാവുന്ന കാര്യങ്ങളാണ്, പ്രേക്ഷകരുടെ മുമ്പിലേക്ക് വയ്ക്കുകയാണ്. യുക്തിഭദ്രമായി ചിന്തിക്കുക. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ തെറ്റായിരുന്നുവെങ്കിലും അടിയന്തരാവസ്ഥയിലേക്ക് അവരെ നയിച്ചതും അവരുടെ കുടുംബത്തെ തന്നെ തകർത്ത് കളഞ്ഞതും ആരാണ്? എന്തിനു വേണ്ടിയാണ്? ഇന്ത്യയെ അഗാധമായി സ്നേഹിച്ചിരുന്ന, രാജ്യത്തിന് വേണ്ടിയിട്ട് ശക്തമായ നിലപാടുകൾ എടുത്ത, ഇന്ത്യയെ ശക്തമായ രാജ്യമാക്കി മാറ്റുന്നതിൽ വലിയ ചുവടുകൾ വച്ച ഇന്ദിരാഗാന്ധി ഒരിക്കലും ഒരു ഇന്ത്യ വിരുദ്ധയല്ല. ഒരു അടിയന്തരാവസ്ഥയുടെ പേരിൽ മാത്രം അവരെ നമുക്ക് ഒരിക്കലും ഇന്ത്യ വിരുദ്ധയായിട്ടോ ജനാധിപത്യത്തിനെതിരായി നിൽക്കുന്ന ആളായിട്ടോ കാണാൻ പറ്റില്ല. അടിയന്തരാവസ്ഥയിലേക്ക് അവരെ കൊണ്ടുചെന്ന് എത്തിച്ചതാണ്. അന്ന് അടിയന്തരാവസ്ഥ ഒരുപക്ഷെ പ്രഖ്യാപിച്ചില്ലെങ്കിൽ ഇന്ത്യയുടെ പല ഡേറ്റകളും ഒരുപക്ഷെ വിദേശികളുടെ കൈകളിലേക്ക് എത്തുമായിരുന്നു. നമുക്കറിയാം നമ്മുടെ ക്രയോജനിക് എഞ്ചിൻ സാങ്കേതിക വിദ്യ വൈകിപ്പിക്കാനായിട്ട് വിദേശികൾ ഇടപെട്ടത് എത്രത്തോളമാണെന്ന്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ആണവ ശക്തിയാവാനുള്ള ശ്രമത്തെയും അതിനുശേഷം ഒരു പവർഫുൾ രാജ്യമാകാനുള്ള മോഹത്തെയും ഒക്കെ വിദേശികൾ അടിച്ചിരുത്തിക്കൊണ്ടേയിരുന്നു. ഇന്ദിരാഗാന്ധിക്ക് അവരുടെ രാജ്യത്തിനോടുള്ള സ്നേഹവും അവരുടെ ദേശീയതയും കാരണം നഷ്ടമായത് അവരുടെ ജീവൻ മാത്രമല്ല, അവരുടെ 2 മക്കളുടെ കൂടി ജീവിതമാണ്. അതുകൊണ്ട് മറ്റുള്ള കോൺഗ്രസ്സുകാരെ പോലെയൊന്നുമല്ല ഇന്ദിരാഗാന്ധി. അഗാധമായി ഇന്ത്യയെ സ്നേഹിച്ചിരുന്ന, ഇന്ത്യയുടെ എക്കാലത്തെയും കരുത്തയായിട്ടുള്ള ഒരു പ്രധാനമന്ത്രി തന്നെയായിരുന്നു അവർ. തീർച്ചയായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നാളെ ലോകം അല്ലെങ്കിൽ ഇന്ത്യക്കാർ അതുപോലെ തന്നെ വാഴ്ത്തുന്ന ഒരു ദിവസം വരും. ഇന്ന് മോദിയെ എതിർക്കുന്നവർ പോലും നാളെ പറയും ഇന്ദിരാഗാന്ധിക്കൊപ്പം മോദിയും ഈ രാജ്യത്തെ അതിശക്തമാക്കുന്നതിൽ വഹിച്ച പങ്കിനെ കുറിച്ച്, വിദേശികളുടെ ഇൻവോൾവ്മെന്റിനെ കുറിച്ച് ദയവായി നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. US-ഉം ഡീപ് സ്റ്റേറ്റും മറ്റ് രാജ്യങ്ങളും ഒക്കെ എങ്ങനെയാണ് ഇന്ത്യയെ കാലാകാലങ്ങളിൽ അട്ടിമറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്, അതിനെയൊക്കെ ഇന്ദിരാഗാന്ധിയും മോദിയും ഒക്കെ എത്ര ബുദ്ധിമുട്ടോടെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.